ഈ ഒരു ക്വസ്റ്റ്യൻ പ്രോബ്ലംസ് ഓൺ ഏജസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് SSC CGL 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏജസ് ഓഫ് ടു ഫ്രണ്ട്സ് റാമും രവി ഡിഫർ ചെയ്യുന്നത് രാമിന്റെയും രവിയുടെയും ഏജുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്ന 7. റാംസ് മദർ മായാദേവി ഈസ് 3 times as old as റാം. റാമിന്റെ മദർ മായാദേവിയുടെ ഏജ് എന്ന് പറയുന്നത് റാമിന്റെ മദർ മായാദേവിയുടെ ഏജ് എന്ന് പറയുന്നത് റാമിന്റെ ഏജിന്റെ 3 times ആണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ റാമിനെ മാറ്റിയിട്ട് മായാദേവിയുടെ ഏജ് ബൈ 3 എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, രവീസ് ഏജ് ഈസ് 4 times as old as his brother സോഹം. രവിയുടെ ഏജ് രവി ഈസ് 4 times as old as his brother സോഹം. അതായത് രവി എന്ന് പറയുന്നത് അവന്റെ അനിയൻ സോഹനേക്കാണ് 4 ഇരട്ടി വയസ്സുണ്ട്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇത് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇത് 7 എന്ന് പറഞ്ഞത്. ഓക്കെ, 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 12 S 21 എന്ന് പറഞ്ഞ് എഴുതാം. ഇനി മായാദേവി, ദ ഏജസ് ഓഫ് മായാദേവി ആൻഡ് സോഹൻ ഡിഫർ ബൈ 65. മായാദേവിയും സോഹവും തമ്മിലുള്ള ഇയറിലെ വ്യത്യാസം എന്ന് പറയുന്നത് 65ആണ്. ഓക്കെ, ഫൈൻഡ് ദ ഏജ് ഓഫ് മായാദേവി. മായാദേവിയുടെ ഏജ് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. മായാദേവിയുടെ ഏജ് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് സോഹത്തിന്റെ ഏജ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മായാദേവിയുടെ ഏജ് കിട്ടും അല്ലെ. സോഹത്തിന്റെ ഏജ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇക്വേഷൻ കിട്ടും, 2 വേരിയബിൾ കിട്ടും, 2 വേരിയബിൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ 12 S ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ മൊത്തത്തിൽ 12 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ മൊത്തത്തിൽ ഞാൻ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 12 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ 65 × 12, 65 × 12 എത്ര വരും? 780 വരും. 780 വരും. ഇനി രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷനിൽ കുറച്ച് കഴിഞ്ഞാൽ ആ എസിന്റെ ടൈം വെട്ടിപ്പോകും. ബാക്കി പോയിട്ട് 11 M എന്ന് പറയുന്നത് 780 21 കുറച്ചാറുള്ള വാല്യൂ വരും. 780 21 കുറച്ചാറുള്ള വാല്യൂ എത്ര വരും? 751. 759. 759 11 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 69. ഇത് ആണ് നോർമൽ മെത്തേഡ്. ഇതാണ് എന്ന് പറയുന്നത് നോർമൽ മെത്തേഡ്. ഇനി നമുക്ക് ഷോർട്ട് കട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഷോർട്ട് കട്ട് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഓപ്ഷനിൽ നിന്ന് പോകാം. ഓപ്ഷനിൽ നിന്ന് ഇത് നമുക്ക് പോകാം. ഓപ്ഷനിൽ നിന്ന് എങ്ങനെ പോകണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മായാദേവി നമുക്കിപ്പോൾ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ്? ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ഒന്നുകൂടി എടുത്തെഴുതുവാണ്. റാം രവി ഇവർ തമ്മിലുള്ള വയസ്സിന്റെ വ്യത്യാസം 47. മായാദേവി എന്ന് പറയുന്നത്, മായാദേവിയുടെ ഏജ് എന്ന് പറയുന്നത് രവിയുടെ ഏജിന്റെ 3 times, റാമിന്റെ ഏജിന്റെ 3 times. രവിയുടെ ഏജ് എന്ന് പറയുന്നത് 4 times സോഹൻസ് ഏജ്. അപ്പോൾ ഇവിടെ നോക്കിയിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ ഓക്കെ, ഇനി ഇതെങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബിളി ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ റാമിന്റെ ഏജ് 3 ഇരട്ടിയാണ് ഈ പറയുന്ന മായാദേവിയുടെ ഏജ്. റാമിന്റെ ഏജിന്റെ 3 ഇരട്ടിയാണ് മായാദേവിയുടെ ഏജ്. അപ്പോ ഇത് ആൻസർ 3ന്റെ മൾട്ടിപ്പിൾ വരാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. 3ന്റെ മൾട്ടിപ്പിൾ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മായാദേവിയുടെ ഏജ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിന് റാമിന്റെ ഏജ് കിട്ടാൻ പറ്റും. മായാദേവിയുടെ ഏജ് കിട്ടിക്കഴിയുമ്പോൾ റാമിന്റെ ഏജ് കിട്ടും. റാമിന്റെ ഏജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ചിട്ട് രവിയുടെ ഏജ് കിട്ടും. രവിയുടെ ഏജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ചിട്ട് സോഹന്റെ ഏജ് കിട്ടും. അപ്പോൾ ഈ ഒരു ഐറ്റത്തിൽ നിന്ന് മാക്സിമം പോസിബിലിറ്റി ഞാൻ പറഞ്ഞുതരാം. ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആവാനുള്ള നല്ല പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ രവിയുടെ ഏജ് എന്ന് പറയുന്ന 4ന്റെ മൾട്ടിപ്പിൾ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതില്
85 നമുക്ക് തുടങ്ങണ്ട. കാരണം 85 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3ന്റെ മൾട്ടിപ്പിൾ അല്ല. നമ്മൾ പിന്നെ നോക്കേണ്ടതാണ് 69 ഉണ്ട്. കാരണം അത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 36 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 45 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഞാൻ 69 ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ 69 ഇട്ട് ചെയ്ത മായാവതിയുടെ ഏജ് 69 ആണെങ്കിൽ നമുക്ക് നമ്മുടെ റാമിന്റെ ഏജ് എത്ര വരും? അതിന്റെ ബൈ 3. അതിന്റെ ബൈ 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 23 എന്ന് പറഞ്ഞു. ഇവന്റെ 23 ആണെങ്കിൽ രവിയുടെ ഏജ് എത്ര വരും? രവിയുടെ ഏജ് ഇതിനേക്കാൾ 7 കുറവാണ്. 7 കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 16ആണ്. ഓക്കെ, 16. ഇനി അപ്പൊ ഞാൻ പറഞ്ഞില്ലേ 4ന്റെ പോസിബിലിറ്റി വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ തന്നെ ഏകദേശം നിങ്ങൾക്ക് പാതി ഉറപ്പിക്കാൻ ഇതാണ് ആൻസർ. അപ്പൊ രവിയുടെ ഏജ് 16 ആണെങ്കിൽ ഇവന്റെ ഏജ് എത്ര വരും? സോഹന്റെ ഏജ് എത്ര വരും? 4 വരും. കാരണം സോഹന്റെ ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതിയാണ്. ഇനി ഫൈനലായിട്ട് ഉറപ്പിക്കാനായിട്ട് ഈ 69 4 തമ്മിലുള്ള വ്യത്യാസം ചെക്ക് ചെയ്യണം. കാരണം ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? മായാവതിയുടെയും സോഹന്റെ ഏജിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എത്ര? 65 വരും. ആ ഒരു കണ്ടീഷനും കൂടി ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉറപ്പിക്കാം ആൻസർ 69 ആണ്. ഞാൻ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ 69 4 കുറച്ച് 65 കിട്ടുന്നുണ്ട്. സോ ഉറപ്പിച്ച് വെക്കാം, ഈ 69 ആണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ ആണ്.